നേതാക്കൾ ഇടപെട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറിയും യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ. തോമാട്ടുചാൽ ഡിവിഷനിലേക്കായിരുന്നു വിമതനായി ജഷീർ പത്രിക നൽകിയിരുന്നത്. എന്നെ വളർത്തിയ പാർട്ടിക്ക്, എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക്, എന്നെ നാലാളെ മുമ്പിലാകെ അറിയിച്ച പാർട്ടിക്ക് ഒരു മുറിവ് പോലും, ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. അതേസമയം നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ് വിമതനായി രംഗത്തെത്തിയ ബിനു ജേക്കബിന്റെ നിലപാട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, അവിടെ വിമത ഭീഷണി പൂർണ്ണമായും ഒഴിവായിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട വിമതൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അവിടെ നിന്ന് മാറ്റാൻ മത്സരരംഗത്ത് നിന്ന് ചർച്ചകൾക്കൊടുവിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ജഷീർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നേതൃത്വത്തിനുള്ള കുത്താണ്, നേതൃത്വത്തിനുള്ള വിമർശനമാണ്, അല്ലേ? വിജയകുമാർ, ജഷീർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയുന്ന ഇത് പാർട്ടിക്ക് മുറിവേൽക്കരുത് എന്നുള്ള തരത്തിലുള്ള നിലപാടാണ്. അദ്ദേഹത്തിന് മുറിവേറ്റിട്ടുണ്ട്, പക്ഷേ പാർട്ടിക്ക് മുറിവേൽക്കരുത് എന്നുള്ള നിലപാടാണ് പങ്കുവച്ചത്. ഇന്ന് പത്രിക പിൻവലിക്കുന്ന നടപടിയിലേക്ക് അദ്ദേഹം എത്തി. DCC ഓഫീസിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തിയതിനൊടുവിലാണ് പത്രിക പിൻവലിച്ചത്. പത്രിക പിൻവലിക്കാത്ത ഒരാളുണ്ട്. അത് ഇവിടുത്തെ കണിയാമ്പറ്റയിലെ പഞ്ചായത്ത് ഈ നിലവിലെ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ബിനു ജേക്കബാണ്. അദ്ദേഹം പത്രിക പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രദേശത്താണ്. ഇവിടെ എനിക്ക് പിറകിൽ UDFന്റെ ബോർഡ് കാണാം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്. അവിടെ സംഷാദ് മരക്കാരാണ് സ്ഥാനാർത്ഥി. ഇത് പനമരം പഞ്ചായത്തിലെ പൂതാടി ഡിവിഷനിലേക്കാണ് മത്സരം വരുന്നത്. അവിടേക്ക് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സംഷാദ് മരക്കാരെയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ബിനു ജേക്കബിന്റെ ഓഫീസും പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഇവർ പ്രവർത്തകർക്കൊപ്പം ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഏത് സാഹചര്യത്തിലാണ് പത്രിക പിൻവലിക്കാൻ തയ്യാറാകാതിരുന്നത്? KPCCയുടെ മാനദണ്ഡങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് നേതാക്കന്മാർ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. ഈ മത്സരിക്കുമ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണ ഈ കാര്യത്തിൽ എനിക്കുണ്ട്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനപക്ഷത്ത് സമർപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടുന്നത്. വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ 2 നേതാക്കന്മാർ ഒരു വിഭാഗത്തെ സാധാ കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചമർത്തപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് പലരെയും സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുകയും സ്ഥാനാർത്ഥിത്വം അർഹതപ്പെട്ട സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. നിശ്ചയമായും കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകരുടെ പിന്തുണ എനിക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ എതിരാളി സംഷാദ് മരക്കാർ കൂടിയാണല്ലോ. സ്വാഭാവികം അദ്ദേഹത്തിനെതിരെയാണ് മത്സരം വരുന്നത്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന ആളാണ്. എതിരാളി ആരെന്നുള്ളതല്ല വിഷയം. ഗ്രൗണ്ട് റിയാലിറ്റി, കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ ആർക്കെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തകരുടെ വികാരം ആ റിസൾട്ടിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. എന്തായാലും വിജയകുമാർ, ഇതാണ് നിരവധി പ്രവർത്തകരുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നേരത്തെ തന്നെ, അതായത് ഈ പത്രിക നൽകിയ ആ ഘട്ടത്തിൽ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസിലെ തന്നെ സംഷാദ് മരക്കാരാണ്. ഈ നടപടി അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും, പക്ഷേ അത് നേരിടാൻ അദ്ദേഹം തയ്യാറാണ്. സുർജിത്ത്, എന്തായാലും അതൊരു വളരെ കൗതുകമുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ അതിന്റെ അച്ചടക്ക നടപടിയുടെ ഒക്കെ ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ വന്നേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.